ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങൾ ചെയ്തതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് സെയിൻറ്റ് ഡോൺ ബോസ്കോ കുടുംബ യൂണിറ്റ് അംഗങ്ങളാണ്. അവർക്ക് പ്രത്യേകം നന്ദി. എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവരുടെ പാർട്ടിസിപ്പേഷന് പ്രത്യേകമായി എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് റാണി മരിയ കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കും. ഇന്നലെ മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് സെൻറ്റ് ഫ്രാൻസിസ് അസീസി കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു. അവർക്ക് പ്രത്യേകം നന്ദി. അടുത്ത ശനിയാഴ്ച മാതാവിൻ്റെ നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് കർമ്മല മാത കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ സെൻറ്റ് റീത്ത യൂണിറ്റിൻ്റെ കാഴ്ച സമർപ്പണം 5000 രൂപ. കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപിരിവ് ബസിലിക്കയിലെ സഞ്ചിപിരിവ് 24,800, സെൻറ്റ് ജോസഫ് കഫേളയിലെ 5,110. നമ്മുടെ നിലവിലുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ യോഗം മാർച്ച് 9 രാവിലെ 10 മണിക്ക് ബസിലിക്ക പള്ളിമേടയിൽ വെച്ച് കൂടുന്നതായിരിക്കും. നമ്മൾ മാർച്ചിൽ 9-ാം തീയതി ആകുമ്പോഴേക്കും മറ്റുള്ളവർ ഈ നോമ്പ് ആരംഭിച്ച് ഉള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് മറ്റ് വിവാഹ പരിപാടികളോ ഒന്നുമില്ലാത്ത ഒരു സമയം നോക്കി നീട്ടിവെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മാർച്ച് 9-നായിരിക്കും നിലവിലുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ യോഗം. പുതിയ പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ പ്രഥമ യോഗം മാർച്ച് 16-ാം തീയതി ഞായറാഴ്ച കൂടുന്നതായിരിക്കും. ഇപ്പോൾ 16-ാം തീയതിയാണ് നമ്മൾ പുതിയ ഭാരവാഹികളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്രസമിതി ആക്റ്റീവ് ആകുന്നതും. ആ സമയത്ത് നമുക്ക് അടുത്ത മാസം തുടങ്ങി നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രമമായി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ പേര് വിവരങ്ങൾ പിന്നീട് പറയുന്നതായിരിക്കും. അടുത്ത ഞായറാഴ്ച മാസത്തിലെ ആദ്യ ഞായറാഴ്ച ആയതിനാൽ ദശാംശ സമർപ്പണമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഒരുങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കറിയാം ഇവിടെ പാരിഷ് ഹാളിൻ്റെയൊക്കെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. അഭിമന്യ അംബ്രോസ് പിതാവ് അത് വെഞ്ചിരിച്ച് നമുക്കായി തുറന്നു തന്നു. പ്രത്യേകം പിതാവിനെ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. വളരെ നല്ല രീതിയിൽ അത് ക്രമപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റ് റോക്കി കപ്പേളയിലെ ഹോള് അത്യാവശ്യം വലുപ്പമുള്ള ഹോളാണ്. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. നമ്മുടെ ചെറിയ ഫങ്ഷൻസൊക്കെ അവിടെ വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അവിടെയുള്ള ഏരിയയിൽ വിവാഹ കാര്യങ്ങളുമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അതുകൂടി നമുക്ക് റിനോവേഷൻ നടത്തുവാനും നല്ല രീതിയിൽ അത് ക്രമീകരിക്കാനും സാധിച്ചു. ഇപ്രകാരം വിവിധ ഭാഗങ്ങളിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ 2 കാര്യങ്ങളും ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏപ്രിലോടുകൂടി വർക്കിംഗ് ആകും. അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് പിന്നീട് മാറും. ഇപ്രകാരം 3 പ്രധാനപ്പെട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതിൻ്റെ തിരിച്ചടവിൻ്റെ സമയമാണ് ഇനി വരുന്ന മാസങ്ങളൊക്കെ. ഏകദേശം 2 വർഷക്കാലത്തോളം നന്നായി തന്നെ നമ്മൾ ഈ ഒരു തിരിച്ചടവിലേക്ക് നമ്മുടെ നല്ലൊരു തുക EMI അടുത്ത മാസം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം 4 ലക്ഷത്തോളം നമ്മൾക്ക് ബാങ്കിലും മറ്റ് വ്യക്തികൾക്കൊക്കെ ഓരോ പ്രാവശ്യമായിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 4 ലക്ഷം തീർച്ചയായും നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയുടെ ഇലക്ട്രിക്കൽ അതിൻ്റെ ചെലവുകൾ ഏകദേശം 12 യൂണിറ്റുകളുണ്ട്. അതിൻ്റെ കഴിഞ്ഞ മാസത്തെ തുക വന്നത് 1,30,000 രൂപയാണ് നമുക്ക് കറണ്ട് ചാർജായിട്ട് വന്നത്. പിന്നീട് നമുക്ക് സോളാറൊക്കെ വെച്ച് അതിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അതിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. അത്രയും നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. അപ്പോൾ ഇപ്രകാരം അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ മാസവും നമ്മുടെ സ്റ്റാഫിനും മറ്റ് എല്ലാവർക്കും പള്ളിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കൊക്കെ ശമ്പളം കൊടുക്കുമ്പോൾ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ശമ്പളം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം
ഓരോ മാസവും 6 lakhs അടുത്ത് നമ്മൾ പള്ളിയിൽ വരുമാനം കാണിക്കണം. എന്നാലത് തിരിച്ചടവിലേക്ക് പോവുള്ളൂ. നമ്മുടെ ഹോളിൻ്റെ വരുമാനവും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും വരുമാനമൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് ഏകദേശം 2 വർഷക്കാലത്തോളം നന്നായി തന്നെ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും പിന്നീട് വരുന്ന സമയം മുഴുവനും ഇതെല്ലാം പള്ളിക്കുള്ള വലിയ ലാഭമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നൽകുക, കൂടുതലായിട്ട് നൽകുന്നത് ദശാംശ സമർപ്പണത്തിലൂടെയാണ്. അത് കാര്യഗൗരവമായെടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ ദശാംശ സമർപ്പണം നൽകുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓരോ മാസവും നീക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ ഡൊമിനിക് പിനിഹിരച്ചനോട് ഇങ്ങനെ പറഞ്ഞു, ദശാംശത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആരംഭിച്ചിട്ടുണ്ട്, ആളുകൾ ഇപ്പോൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മറുപടി അതാണ്, പള്ളിപ്പുറത്തുകാരോട് നമ്മളങ്ങനെ പൈസ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ കണ്ടറിഞ്ഞ് എല്ലാം നന്നായിട്ട് തന്നെ പള്ളിക്ക് നൽകുന്ന വ്യക്തികളാണ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം ഇപ്രകാരം നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ആഴ്ചയിലും കാഴ്ച സമർപ്പണമൊക്കെ വളരെ സഞ്ചിപ്പിരിവുകളൊക്കെ വളരെ താന്നു പോകുന്നത്. 22 രൂപയൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അത് നന്നായി ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിധമായിട്ട് എല്ലാവരും സഹകരിക്കുക. അടുത്ത ശനിയാഴ്ച മാസത്തിലെ ആദ്യ ശനിയാഴ്ചയായതിനാൽ രോഗശാന്തി ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു.